എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോപ്പ് മേക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും കേട്ടോ. ഇപ്പോൾ ബിഗിനറൊക്കെ ആയിട്ട് സോപ്പൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ടാകാം, അല്ലെങ്കിൽ പതിയെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം. ഇനി തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് കൺഫ്യൂഷനായിരിക്കും, എന്തൊക്കെ മെറ്റീരിയൽസ് മേടിക്കണം, നമ്മൾ തുടക്കത്തിൽ തന്നെ എല്ലാ മെറ്റീരിയൽസും മേടിക്കണോ, അല്ലെങ്കിൽ നമുക്കിനി പതിയെ പതിയെ സെയിലൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് മേടിക്കാം എന്നിങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും കേട്ടോ. മെയിനായിട്ടും ബിഗിനേഴ്സിനായിരിക്കും ഈ ഒരു വീഡിയോ കൂടുതലായിട്ടും ഉപകാരപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഒട്ടും സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. മെയിനായിട്ടും ഒരു 3 മെത്തേഡാണ് ഈ ഒരു സോപ്പ് മേക്കിങ്ങിൻ്റെ പ്രോസസ്സിൽ വരുന്നത്. ഒന്നാമത്തെന്ന് പറയുന്നത് കോൾഡ് പ്രോസസ്സ്, രണ്ടാമത്തെന്ന് പറയുന്നത് ഹോട്ട് പ്രോസസ്സ്, മൂന്നാമത്തെന്ന് പറയുന്നത് മെൽറ്റ് ആൻഡ് പോർ. ഈ ഒരു കോൾഡ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അത് ഓയിൽസും അതുപോലെ തന്നെ ലൈയൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു സോപ്പ് മേക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് ക്യൂറിങ് ടൈമിനായിട്ട് ഏകദേശം ഒരു 4 മുതൽ 6 ആഴ്ചയോളമൊക്കെ വരെ നമ്മൾ വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഹോട്ട് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു സെയിം രീതി തന്നെ കോൾഡ് പ്രോസസ്സ് പോലെ തന്നെയാണ്, വീണ്ടും ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് വരുന്നത്. അതിന് വീണ്ടും ഒന്നും കൂടെ ചൂടാക്കിയിട്ട് അതിൻ്റെ സഫോണിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കുന്നതെന്നുള്ളതാണ്. അതിന് ക്യൂറിങ് ടൈം കുറവാണ് വരുന്നത്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മെൽറ്റ് ആൻഡ് പോർ ആണ്. ഈ ഒരു മെൽറ്റ് ആൻഡ് പോർ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ബിഗിനേഴ്സൊക്കെ ആയിട്ടുള്ളവർക്ക് കൂടുതലും ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു രീതിയും മെൽറ്റ് ആൻഡ് പോർ ആയിരിക്കും കേട്ടോ. ഈ ഒരു മെൽറ്റ് ആൻഡ് പോറിൽ നമുക്ക് പലതരത്തിലുള്ള ബേസുകളൊക്കെ അവൈലബിൾ ആണ്. അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസ്, ഷിയ ബട്ടറിൻ്റെ ബേസ്, ഗോട്ട് മിൽക്കിൻ്റെ ബേസ്, അതുപോലെ തന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ കളർ ബേസുകളുണ്ട്, ചാർക്കോള്, അതുപോലെ തന്നെ റെഡ് വൈൻ, പപ്പായ, അലോവേര, ഓരോരോ സോപ്പിന് പറ്റിയിട്ടുള്ള ബേസുകളൊക്കെ നമുക്കിപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഗ്ലിസറിൻ്റെ ബേസ്, ഇതാണ് ബേസ് വരുന്നത്. ഗ്ലിസറിൻ്റെ ബേസ് ചൂസ് ചെയ്യണമായിരിക്കും കൂടുതലും നല്ലത്. പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസാണ് വരുന്നത്. നമുക്കിപ്പോൾ ബേസുകളൊക്കെ ഓൺലൈനായിട്ട് മേടിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കെമിക്കൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെയാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസ് ചോദിച്ച് വാങ്ങിക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബേസൊക്കെ നോക്കി മേടിക്കുക. ഗ്ലിസറിൻ്റെ ബേസ് ആകുമ്പോൾ നമുക്ക് ഏത് ടൈപ്പ് സോപ്പ് വേണമെങ്കിലും ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് കറ്റാർവാഴ, ആര്യവേപ്പ്, ശംഖുപുഷ്പം, ക്യാരറ്റ്, ബീട്രൂട്ട്, മുൾട്ടാണിമുട്ടി, അതുപോലെ തന്നെ മഞ്ചിഷ്ട, അങ്ങനെ ഏത് സോപ്പ് വേണമെങ്കിലും ഗ്ലിസറിൻ ബേസ് മേടിക്കുകയാണെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ബിഗിനേഴ്സിന് കൂടുതലും നല്ലത് ഗ്ലിസറിൻ്റെ ബേസ് ചൂസ് ചെയ്യുന്നതായിരിക്കും കളർ ബേസൊക്കെ എടുക്കുന്നതിനേക്കാളും. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലൊരു വെയ്പ്പ് മെഷീനാണ്. അപ്പോൾ വെയ്പ്പ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഈ ഒരു വെയ്പ്പ് മെഷീൻ നമുക്കിപ്പോൾ സോപ്പ് ബേസിൻ്റെ മെഷർമെൻറ്റൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ നമുക്കൊരു 2 കിലോയോ അല്ലെങ്കിൽ 3 കിലോയോ ഒക്കെ കറക്റ്റ് മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് ചെയ്യാനായിട്ട് ഇതുപോലൊരു വെയ്പ്പ് മെഷീൻ ഉള്ളത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ജെല്ല് ഉപയോഗിച്ച് ചെയ്യും, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് ഉപയോഗിച്ചിട്ട് ചെയ്യും, അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിൽസൊക്കെ വെച്ചിട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു പോക്കറ്റ് സ്കെയിൽ ഉള്ളത് നല്ലതായിരിക്കും കേട്ടോ. ഇതുപോലെ ഇതിൽ നമുക്ക് ചെറിയ ഗ്രാം പോലും അറിയാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ സ്റ്റാർട്ടിംഗ് ഒക്കെ ആകുമ്പോൾ നമുക്കിപ്പോൾ ഒരു പോക്കറ്റ് സ്കെയിൽ മേടിക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ഈ കുഞ്ഞു മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ മരുന്ന് കൊടുക്കുന്ന അളക്കുണ്ടല്ലോ, ഇങ്ങനത്തെ അളക്കിൽ ഇതിൽ 2.5 ml, 5 ml, 10 ml എന്നൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഭവം ആണെങ്കിലും എടുത്താൽ മതിയാകും. ഇപ്പോൾ ജ്യൂസിൻ്റെ അളവ് നോക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഓയിൽസിൻ്റെ അളവൊക്കെ നോക്കാനാണെങ്കിലും ഈ ഒരു പോക്കറ്റ് സ്കെയിലിന് പകരം നമുക്ക് ഇതുപോലത്തെ ചെറിയ അളക്കുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ മെഷർമെൻറ്റ് കപ്പുകളൊക്കെ ഓൺലൈനായിട്ടും അല്ലെങ്കിൽ ചെറിയ ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും, അതും ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വരുന്നത്, എല്ലാവരും സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ടും എല്ലാവർക്കും വേണ്ടത് സോപ്പിന് മണം, അതുപോലെ തന്നെ സോപ്പിന് പതയൊക്കെയാണ്. അപ്പോൾ സോപ്പിന് സ്മെല്ലൊക്കെ ഉണ്ടാവാനായിട്ട് നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇപ്പോൾ തുടക്കമൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാ ഫ്രാഗ്രൻസ് ഓയിലും മേടിക്കാനായിട്ട് പറ്റില്ല. കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 1-2 ഫ്രാഗ്രൻസ് ഓയിലൊക്കെ മേടിക്കാവുന്നതാണ്. അതായത് പിയേഴ്സ്, ലാവണ്ടർ, മസ്ക്, അങ്ങനത്തെ 1-2 ഫ്രാഗ്രൻസ് ഓയിലൊക്കെ മേടിക്കാവുന്നതാണ്. പതിയെ നമുക്ക് സെയിലൊക്കെ ആയി കഴിയുമ്പോൾ ഓരോരോ സോപ്പിന് പറ്റിയ ഫ്രാഗ്രൻസ് ഓയിലൊക്കെ മേടിക്കാവുന്നതാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിയേഴ്സ്, ലാവണ്ടർ, ലെമൺ, അങ്ങനത്തെ കുറച്ച് ഫ്രാഗ്രൻസുകളാണ്. ഏകദേശം കയ്യിലെണ്ണാവുന്ന ഫ്രാഗ്രൻസുകൾ മാത്രമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പതിയെ സെയിലൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ നമ്മൾ ഓരോരോ ഫ്രാഗ്രൻസുകളൊക്കെ മേടിക്കാനായിട്ട് തുടങ്ങി. ഇത് ലാവിസോണിൻ്റെ ഫ്രാഗ്രൻസാണ് വരുന്നത്.
ഇത് ഡവിൻ്റെ ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ കോഫിയുടെ ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഇവാരയുടെ ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. പിന്നെ ഇത് ലെമൺ, ഇത് മൈസൂർ സാൻഡൽ. അങ്ങനെ എല്ലാ ഫ്രാഗ്രൻസ് ഓയിലൊന്നും ഇവിടെ എടുത്ത് വെച്ചിട്ടില്ല. ഏകദേശം നമ്മുടെ അടുത്തിപ്പോൾ ഒരു 23 ടൈപ്പ് ഫ്രാഗ്രൻസ് ഓയിലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചോദിക്കാറുള്ളതാണ് ഈ ഒരു ഫ്രാഗ്രൻസ് ഓയിലും അതുപോലെ തന്നെ എസെൻഷ്യൽ ഓയിലും സെയിം ആണോ എന്നുള്ളത്. ഫ്രാഗ്രൻസ് ഓയിലും എസെൻഷ്യൽ ഓയിലും രണ്ടാണ്. ഫ്രാഗ്രൻസ് ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സ്മെല്ല് മാത്രമാണ് ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ഒരു സോപ്പിന് സ്മെല്ല് മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുമ്പോൾ ലൈറ്റായിട്ടൊരു സ്മെല്ലും ഉണ്ടാകും, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഗുണവും ഉണ്ടാകും. അപ്പോൾ അതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് സോപ്പ് നമ്മൾ പല രീതിയിൽ ചെയ്യാറുണ്ട്. എക്സ്ട്രാക്റ്റ് വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഇത് അലോവേരയുടെ എക്സ്ട്രാക്റ്റും പപ്പായയുടെ എക്സ്ട്രാക്റ്റാണ് വരുന്നത്. എക്സ്ട്രാക്റ്റിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല. ഇതുപോലെ നമ്മുടെ ഈ പച്ചവെള്ളം മാതിരിയാണ് ഇരിക്കുന്നത്. ഇതുപോലെ എക്സ്ട്രാക്റ്റ് വെച്ചിട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ജെല്ലുകൾ വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ അലോവേരയുടെ ജെല്ലാണ്. ഇത് നമ്മുടെ നീമിൻ്റെ ജെല്ലാണ് വരുന്നത്. ഇത് ഹിബിസ്കസിൻ്റെ ജെല്ലാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ ജെല്ലുകൾ വെച്ചിട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഓയിൽസ് വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഇത് മഞ്ചിഷ്ടയുടെ ഓയിലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പൗഡേഴ്സ് വെച്ചിട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ സ്റ്റെം ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. ഇത് മഞ്ചിഷ്ടയുടെ സ്റ്റെമ്മാണ് കേട്ടോ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡ്രൈ ഫ്ലവർ വെച്ചിട്ട് ചെയ്യാറുണ്ട്. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഡ്രൈ ഫ്ലവറൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്ലവർ അതുപോലെ തന്നെ ഇതുപോലെ സ്റ്റെമ്മൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണ്. പിന്നെ അതുപോലെ തന്നെ ചില സോപ്പുകൾ നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവറൊക്കെ പറിച്ചിട്ട് ശംഖുപുഷ്പം അതുപോലെ തന്നെ റോസ് അല്ലെങ്കിൽ ചെമ്പരത്തി ഇതിൻ്റെ ഫ്രഷ് ഫ്ലവർ പറിച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം നല്ല സ്റ്റെമ്മൊക്കെ വെച്ചിട്ട് സോപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ DM വാട്ടർ വേണം കേട്ടോ യൂസ് ആക്കാനായിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ശംഖുപുഷ്പത്തിൻ്റെ സോപ്പാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവർ ഡയറക്റ്റായിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ആ ഒരു ജ്യൂസ് വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ഷെൽഫ് ലൈഫ് നമുക്ക് ഈ ഒരു DM വാട്ടറിലിട്ട് തിളപ്പിച്ചിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് DM വാട്ടർ വരുന്നത്. മിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ അയോണൈസ്ഡ് വാട്ടർ എന്ന് പറയും. സാധാ വാട്ടർ അല്ല. സാധാ വാട്ടറിൽ നിന്നുള്ള മിനറൽസും അയൺസും എല്ലാം റിമൂവ് ചെയ്തിട്ടുള്ള വാട്ടറാണ് DM വാട്ടർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സോപ്പൊക്കെ മേക്ക് ചെയ്യാനായിട്ട് ഒരു കാരണവശാലും ടാപ്പ് വാട്ടർ ഒന്നും യൂസ് ആക്കരുത്. ഇതുപോലെ നമുക്ക് DM വാട്ടറൊക്കെ ഇപ്പോൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കെമിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ DM വാട്ടർ യൂസ് ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്, പുറത്തോട്ടൊക്കെ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ. പിന്നെ അടുത്തത് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് വെജ് ഗ്ലിസറിനാണ് വരുന്നത്. പലരും ചോദിക്കാറുണ്ട് ഗ്ലിസറിൻ ബേസ് ആണല്ലോ, പിന്നെ എന്തിനാണ് ഗ്ലിസറിൻ ആഡ് ചെയ്യണമെന്നുള്ളത്. ഓപ്ഷണലാണ്. ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പോൾ ചേർത്തില്ല എന്ന് വെച്ചും പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഗ്ലിസറിൻ ഉപയോഗിക്കാം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് റോസ് വാട്ടർ. ഇപ്പോൾ നമ്മൾ എല്ലാ സോപ്പിലൊന്നും അങ്ങനെ യൂസ് ആക്കേണ്ട ആവശ്യം വരുന്നില്ല. പൗഡേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഈ റോസ് വാട്ടർ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പൗഡേഴ്സൊക്കെ മിക്സ് ആക്കാനായിട്ട് നമുക്ക് ഈ ഒരു റോസ് വാട്ടർ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് വരുന്നത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇയുടെ ഓയിലും നമുക്ക് യൂസ് ആക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാപ്സ്യൂളാണ് അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ ക്യാപ്സ്യൂളും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ക്യാപ്സ്യൂളിന് ഡോസ് കുറവായിരിക്കും, ഓയിലിന് ഡോസ് കൂടുതലാണ് കേട്ടോ വരുന്നത്. വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റ് ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഓയിൽ ചേർത്താൽ മതിയാകും. അപ്പോൾ നമുക്കിപ്പോൾ ചിലപ്പോൾ ഈ ഒരു ഓയിൽ വാങ്ങാനായിട്ട് പറ്റില്ല. ഓയിലിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. ഓയിലിന് പകരം നമുക്കിപ്പോൾ ക്യാപ്സ്യൂളാണെങ്കിലും യൂസ് ആക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സ്കിന്നിനാണെങ്കിലും ഹെയറിനൊക്കെ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഒരു വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപ്സ്യൂളും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഓയിലിന് പകരം. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾക്കിപ്പോൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. ഇത് ആൽമണ്ട് ഓയിലാണ് വരുന്നത്. നമ്മളിപ്പോൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആൽമണ്ട് ഓയിലൊക്കെ യൂസ് ആക്കാവുന്നതാണ്. പല സോപ്പിനും പല രീതിയിലാണ് ചെയ്യുന്നത്. ചില സോപ്പിൽ നമ്മളിപ്പോൾ അലോവേരയുടെ ജെല്ല് അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ പൗഡേഴ്സ് ഇതൊക്കെ മിക്സ് ആക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സോപ്പിലും ഒരേ രീതിയിലായിരിക്കില്ല ചെയ്യുന്നത്. അപ്പോൾ ഇത് ആൽമണ്ട് ഓയിലും നമുക്ക് സോപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് വരുന്നത് കളറാണ്. കളറൊക്കെ ചൂസ് ചെയ്യണം എന്നുള്ളത് ഓപ്ഷണലാണ് കേട്ടോ. വേണമെങ്കിൽ മാത്രം നമുക്ക് യൂസ് ആക്കിയാൽ മതിയാകും. ഇപ്പോൾ നമ്മളിപ്പോൾ എക്സ്ട്രാക്റ്റ് അതുപോലെ തന്നെ ഈ ഒരു ജെല്ലൊക്കെ വെച്ചിട്ട് സോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കളറ് യൂസ് ആക്കാവുന്നതാണ്. ഓപ്ഷണൽ മാത്രമാണ് കേട്ടോ. ചിലർ ഇപ്പോൾ സോപ്പിൻ്റെ കളർ കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, ചിലർ മണം കണ്ടിട്ടായിരിക്കും ഇഷ്ടപ്പെടുന്നത്, ചിലപ്പോൾ സോപ്പിൻ്റെ തിക്നെസ് കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് എങ്ങനെയാണോ പറയുന്നത് അതനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കളറ് ഓപ്ഷണൽ മാത്രമാണ്. നമ്മളെപ്പോഴും സോപ്പൊക്കെ ചെയ്യുമ്പോൾ
കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് കളർ വേണം യൂസ് ആക്കാനായിട്ട്. ഫുഡിലൊക്കെ ചേർക്കുന്ന കളറൊന്നും ഒരു കാരണവശാലും നമ്മൾ ഇപ്പോൾ സോപ്പ് അല്ലെങ്കിൽ ഷാമ്പൂ, ഫേസ് വാഷ് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചെയ്യുമ്പോൾ ഉപയോഗിക്കരുത്. അപ്പോൾ ഇത് കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് കളറാണ് വരുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ സോപ്പിൻ്റെ മോൾഡുകളാണ് കേട്ടോ വരുന്നത്. തുടക്കമൊക്കെ ആകുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് മോൾഡായിരിക്കും ഇതുപോലത്തെ 4-1 ഷേപ്പിലുള്ള ഈ മോൾഡ്. ഇതിൽ ഹാർട്ട് വരുന്നുണ്ട്, റൗണ്ട്, അതുപോലെ തന്നെ റെക്ടാങ്കിൾ ടൈപ്പ്, ഓവൽ ഷേപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബിഗിനേഴ്സൊക്കെയുള്ള മിക്ക കൂട്ടുകാരുടെയും വീട്ടിൽ ഇങ്ങനത്തെ ഒരു മോൾഡായിരിക്കും ഉണ്ടാവുക. നമുക്കിപ്പോൾ തുടക്കമൊക്കെ ആകുമ്പോൾ ഇതുപോലത്തെ ഒരു ടൈപ്പ് മോൾഡ് മേടിച്ചാൽ മതിയാകും. ഇതാകുമ്പോൾ പല ഷേപ്പിൽ വരുന്നുണ്ടല്ലോ. പിന്നെ നമുക്ക് പതിയെ പതിയെ കച്ചവടമൊക്കെ കിട്ടി കഴിയുമ്പോൾ പലതരത്തിലുള്ള, പല ഡിസൈനിലുള്ള, പല ഗ്രാമിലുള്ള മോൾഡുകളൊക്കെ മേടിക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ച് മോൾഡ് മാത്രമാണ് എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇങ്ങനെ പല പല ഷേപ്പിലുള്ള മോൾഡുകളൊക്കെ മേടിക്കാവുന്നതാണ്. ഈ ഒരു മോൾഡ് എൻ്റെ സോപ്പ് മേക്കിങ്ങിന് മിക്ക വീഡിയോസിലും ഞാൻ ഈ ഒരു ടൈപ്പ് മോൾഡാണ് ചൂസ് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു മോൾഡ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു മോൾഡാണ്. ഇത് 100 ഗ്രാമിൻ്റെ മോൾഡാണ് വരുന്നത്. പിന്നെ ഇതുപോലെ ഡിസൈനർ ടൈപ്പിലുള്ള മോൾഡുകൾ, ഇത് യൂണിക്കോണിൻ്റെ മോൾഡാണ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് സോപ്പൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഡിസൈനർ ടൈപ്പിലുള്ള മോൾഡുകൾ, ഇതുപോലെ ഹാർട്ട് ഷേപ്പിൻ്റെ മോൾഡ്, ഫ്ലവർ ഡിസൈനിൽ വരുന്ന മോൾഡുകൾ, ഇങ്ങനത്തെ പല പല ടൈപ്പ് മോൾഡുകൾ നമുക്കിപ്പോൾ ഓൺലൈനൊക്കെ ആയിട്ടാണെങ്കിലും മേടിക്കാവുന്നതാണ്. പിന്നെ ഇത് റബ്ബിംഗ് ആൽക്കഹോളാണ് വരുന്നത്. നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ആ ഒരു സോപ്പിൻ്റെ മുകളിൽ വരുന്ന പതയുണ്ടല്ലോ, അത് റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്യുന്നത്. ഇതും ഓപ്ഷണലാണ്. നമ്മുടെ ഒരു സോപ്പിന് കുറച്ചും കൂടി നല്ലൊരു ഫിനിഷിങ് കിട്ടാനായിട്ട് നമുക്ക് റബ്ബിംഗ് ആൽക്കഹോൾ യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. യൂസ് ചെയ്തില്ല എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. ആ ഒരു സോപ്പിൻ്റെ മുകളിലെ ഒരു പത നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് കോരി മാറ്റാവുന്നതാണ്. സ്പൂൺ ഉപയോഗിച്ച് കോരി മാറ്റുമ്പോൾ നമ്മുടെ ഒരു സോപ്പിൻ്റെ വെയിറ്റും കൂടെ കുറയാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ റബ്ബിംഗ് ആൽക്കഹോൾ നമ്മുടെ ഒരു സോപ്പിൻ്റെ മുകളിൽ വരുന്ന ഒരു പത റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റബ്ബിംഗ് ആൽക്കഹോൾ യൂസ് ആക്കുന്നത്. ഇത് പ്രിസർവേറ്റീവ് ആണ്. ഇത് ഫിനോക്സി എത്തനോളാണ്. അതായത് നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ കൂടുതൽ കാലം കേട് കൂടാതിരിക്കാനായിട്ടാണ് നമ്മൾ പ്രിസർവേറ്റീവ് യൂസ് ആക്കാറ്. പക്ഷേ സോപ്പിൽ ഞാൻ അങ്ങനെ യൂസ് ആക്കാറില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്തെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സോപ്പെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് സോപ്പിൻ്റെ pH കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നമുക്ക് ഇതുപോലത്തെ pH സ്ട്രിപ്സൊക്കെ ഓൺലൈനായിട്ട് വാങ്ങാനായിട്ട് കിട്ടുന്നതായിരിക്കും. നമ്മളിപ്പോൾ എന്തൊരു പ്രൊഡക്റ്റും ഉണ്ടാക്കിയിട്ട് പുറത്തോട്ടേക്ക് സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ pH കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ pH സ്ട്രിപ്സ് നമുക്ക് വാങ്ങാവുന്നതാണ്. ഇത് ഞാനിപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ pH സ്ട്രിപ്സുകളൊക്കെ മേടിച്ച് അതിൻ്റെ pH കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ കൊടുക്കാനായിട്ട്. പിന്നെ വരുന്നത് ഇത് ക്ലിങ് ഫിലിമാണ്. സോപ്പെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് പലരും പല രീതിയിലാണ് കവർ ചെയ്യുന്നത്. ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യുന്നവരുണ്ടാകാം, ഇപ്പോൾ ബട്ടർ പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്യുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ സെല്ലോഫെയിൻ ഷീറ്റ് വെച്ച് കവർ ചെയ്യുന്നവരുണ്ടാകാം. അങ്ങനെ പലരും പല രീതിയിലാണ് സോപ്പ് മേക്ക് ചെയ്തിട്ട് കവർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ബിഗിനറൊക്കെ ആയിട്ടുള്ളവർക്ക് കൂടുതലും നല്ലത് ഇതുപോലെ ക്ലിങ് ഫിലിമൊക്കെ വാങ്ങിയിട്ട് കവർ ചെയ്ത് വെക്കുന്നതായിരിക്കും. നമ്മുടെ ഒരു സോപ്പിൻ്റെ മണമൊന്നും പോവാതിരിക്കാനായിട്ട് അൺമോൾഡ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ സോപ്പ് പാക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ക്ലിങ് ഫിലിമൊക്കെ വാങ്ങിയിട്ട് നമുക്ക് സോപ്പ് റാപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. അത് ക്ലിങ് ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്ത സോപ്പുകളാട്ടോ വരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കിത് കവർ ചെയ്ത് വെക്കാവുന്നതാണ്. ബിഗിനേഴ്സൊക്കെ ആയിട്ടുള്ളവർക്ക് ക്ലിങ് ഫിലിം ഉപയോഗിച്ചിട്ട് കവർ ചെയ്യണമായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. പിന്നെ നമുക്ക് പതിയെ പതിയെ സെയിലൊക്കെ കിട്ടി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണോ കവർ ചെയ്യാനായിട്ട് ഇഷ്ടം ആ ഒരു രീതിയിൽ നമുക്ക് കവർ ചെയ്യാവുന്നതാണ്. തുടക്കമൊക്കെ ആകുമ്പോൾ ഇതുപോലെ ക്ലിങ് ഫിലിം ഉപയോഗിച്ചിട്ട് കവർ ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. കവർ ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ സ്റ്റാർട്ടിംഗ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ സ്റ്റിക്കറൊന്നും അടിക്കാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. തുടക്കമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലത്തെ സ്റ്റിക്കറുകൾ ചിലപ്പോൾ പ്രിൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്കിത് ഇതുപോലത്തെ സ്റ്റിക്കർ ഉണ്ടോ, ഇങ്ങനത്തെ സ്റ്റിക്കർ, പ്രൈസ് സ്റ്റിക്കറുകൾ വാങ്ങി ഒട്ടിക്കാവുന്നതാണ്. നമ്മുടെ ഒരു സോപ്പിൻ്റെ പേരും അതുപോലെ തന്നെ എത്രയാണോ റേറ്റ് വന്നതെന്ന് നോക്കിയിട്ട് എഴുതി ഒട്ടിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് പതിയെ പതിയെ ലൈസൻസും കാര്യങ്ങളെല്ലാം എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു സോപ്പിൻ്റെ പേര്, അതുപോലെ തന്നെ ഗ്രാമും, അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളും ലൈസൻസ് നമ്പറും കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് ഇതുപോലത്തെ സ്റ്റിക്കർ നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലത്തെ സ്റ്റിക്കർ നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് സോപ്പ് കവർ ചെയ്യാനായിട്ട് ഒന്നല്ലെങ്കിൽ ഇതുപോലത്തെ ബിഗിനറൊക്കെ ആകുമ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറ്, അല്ലെങ്കിൽ ഇതുപോലത്തെ സെല്ലോഫെയിൻ ഷീറ്റുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പതിയെ പതിയെ കച്ചവടമൊക്കെ കിട്ടി കഴിയുമ്പോൾ നമുക്ക് സോപ്പിൻ്റെ ബോക്സിലോട്ടൊക്കെ മാറാവുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇതിൽ എങ്ങനെയാണ് കവർ ചെയ്യണമെന്ന് കൂടെ കാണിക്കാവേ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ സ്റ്റിക്കറും കൂടെ ഒട്ടിക്കണം കാണിക്കാവേ പാക്ക് ചെയ്യണത്. ഇതുപോലെ നമ്മുടെ സോപ്പ് എടുത്തിട്ട് സോപ്പിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെയായിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് കവറിലോട്ട് ആക്കിയിടുവാണേ. ഇതുപോലെ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിൽ പാക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ കവറിൽ പാക്ക് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ സെല്ലോഫെൻ ഷീറ്റ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ കവറിലാക്കി പാക്ക് ചെയ്തിട്ട് റെഡ് കളറായിട്ടുള്ള റിബൺ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് കെട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല അട്രാക്റ്റീവ് ആകും. തുടക്കമൊക്കെ ആകുമ്പോൾ നമുക്കിപ്പോൾ സോപ്പിൻ്റെ കവറൊന്നും ചിലപ്പോൾ മേടിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്നല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ കവറുകളിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സെല്ലോഫെൻ ഷീറ്റിലൊക്കെ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെ സോപ്പെല്ലാം ചെയ്തതിന് ശേഷം ഇതുപോലത്തെ താങ്ക് യു സ്റ്റിക്കേഴ്സ്, ഇതുപോലത്തെ താങ്ക് യു സ്റ്റിക്കേഴ്സൊക്കെ നമുക്കിപ്പോൾ ഓൺലൈനൊക്കെ ആയിട്ട് വാങ്ങാനായിട്ട് കിട്ടും. ഇതുപോലത്തെ താങ്ക് യു സ്റ്റിക്കേഴ്സൊക്കെ നമ്മുടെ ഒരു സോപ്പിൻ്റെ കവറിലായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇത് ഓപ്ഷണൽ മാത്രമാണ് കേട്ടോ ഇതുപോലത്തെ സ്റ്റിക്കേഴ്സൊക്കെ. പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് ടേപ്പാണ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റൊക്കെ പാക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ടേപ്പുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആയിട്ടുള്ള കൂട്ടുകാർ നമുക്ക് തുടക്കത്തിൽ ഇതുപോലെ എല്ലാ മെറ്റീരിയൽസും മേടിക്കേണ്ട ആവശ്യമില്ല. മെയിനായിട്ടും നല്ല ക്വാളിറ്റിയുള്ള ഗ്ലിസറിൻ്റെ ബേസ് നോക്കി സെലക്ട് ചെയ്ത് മേടിക്കുക. പിന്നെ അതുപോലെ തന്നെ മോൾഡ് മേടിക്കാം. പിന്നെ ഫ്രാഗ്രൻസ് ഓയിൽ, അതുപോലെ തന്നെ വെജ് ഗ്ലിസറിൻ, വൈറ്റമിൻ ഇയുടെ ഓയിലോ അല്ലെങ്കിൽ ക്യാപ്സ്യൂള് മേടിക്കണമായിരിക്കും നല്ലത് കേട്ടോ ബിഗിനറൊക്കെ ആണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പൗഡേഴ്സ്, അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ്, അങ്ങനെ പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ചോയ്സ് അനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. തുടക്കത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ മേടിച്ചാൽ മതിയാകും. പിന്നെ ഒരു വെയ്റ്റ് മെഷീൻ ഉള്ളത് നല്ലതായിരിക്കും കേട്ടോ, കറക്റ്റായിട്ട് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം എടുക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് അൺമോൾഡ് ചെയ്ത് കവർ ചെയ്യാനായിട്ട് ക്ലിംഗ് ഫിലിമും ഉള്ളത് നല്ലതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ക്ലിംഗ് ഫിലിം ഒന്നും വാങ്ങാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലൊക്കെ ആക്കിയിട്ട് കവർ ചെയ്ത് വെച്ചാലും മതിയാകും. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ തുടക്കത്തിൽ തന്നെ എല്ലാ മെറ്റീരിയൽസൊന്നും മേടിക്കാതെ വളരെ കുറച്ച് കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് പതിയെ സോപ്പൊക്കെ ഉണ്ടാക്കി നോക്കുക. പിന്നെ പതിയെ കച്ചവടമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഓരോരോ മെറ്റീരിയൽസൊക്കെ മേടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. മെയിനായിട്ട് നമ്മൾ ബിഗിനേഴ്സിന് ഉദ്ദേശിച്ചാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടാതെ തന്നെ ലൈക്കും അതുപോലെ തന്നെ ഹൈപ്പും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ലിപ് ബാം മേക്കിംഗ് മെറ്റീരിയൽസ്, ഫേസ് വാഷ് മേക്കിംഗ് മെറ്റീരിയൽസ്, ഇനി അഥവാ നമ്മുടെ കയ്യിൽ സോപ്പുകളാണ് വേണമെന്നുണ്ടെങ്കിൽ സോപ്പുകളും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.